ഹായ്. വിൻ്റർ സൊനാറ്റയുടെ തേർഡ് പാർട്ടാണ്. മിയാൻ അവളെ കണ്ടത് ഓർമ്മയുണ്ട്. ചെലിൻ്റെ ഫ്രണ്ടല്ലേ, എന്നെ മനസ്സിലായി എന്ന് ചോദിച്ച് കൂളായാണ് അവൻ കയറി വന്നത്. അവൾ കൊണ്ടുവന്ന പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്തു. മാൾസിൻ്റെ കീഴിലുള്ള സ്കൈ റിസോർട്ടിൻ്റെ റെനോവേഷനാണ് വർക്ക്. യുജിൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. ജൂൺസ ഒരിക്കലും ഇത്ര ഓപ്പണായി പെരുമാറുമായിരുന്നില്ല. ഇങ്ങനെ കോൺഫിഡൻ്റായി ചിരിക്കുക പോലുമില്ലായിരുന്നു. ബട്ട് ഇത്രയും ഒരാളെപ്പോലെ മറ്റൊരാൾ ഉണ്ടാകുമോ? അവളുടെ കൈയൊക്കെ വിറക്കുന്നുണ്ട്. യുജിൻ, നൈസ് നെയിമാണ്, എനിക്കിഷ്ടമായി. ഞാൻ നിങ്ങളെ കുറേ കഷ്ടപ്പെടുത്തി എന്നൊക്കെ സ്റ്റാഫ് പറഞ്ഞു. ചെലിൻ്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ ബെറ്റർ ആയനെ. സോറി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവൾ അതൊന്നും കേൾക്കുന്നില്ല. ഡീറ്റെയിൽസ് സംസാരിക്കുന്ന അവനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ് അവൾ. ഇതെന്താ, എനിക്ക് രണ്ട് കണ്ണും ഒരു മൂക്കുമൊക്കെ തന്നെയുള്ളൂ, അവൻ പറഞ്ഞു. അവൾ അപ്പോഴും അതേ ഇരിപ്പ് തന്നെയാണ്. ഏയ്, താൻ ഓക്കെ അല്ലേ? യുജിൻ്റെ കണ്ണുറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. മിയാൻ വല്ലാതായി. സോറി, ഞാൻ മോശമായി പെരുമാറിയോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അവൾ പക്ഷേ ഒന്നിനും മറുപടി പറയാതെ അവിടെ നിന്നും പോകുകയാണ് ചെയ്തത്. മിയാന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. യുജിൻ ഇനിയും തിരിച്ചെത്താത്തതിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദിയ. ന്യൂ ഡയറക്ടർ അവൾക്ക് പിന്നെയും പണി കൊടുത്തു എന്നാണ് അവളുടെ ടെൻഷൻ. ആളിച്ചിരി കുഴപ്പക്കാരനാണെന്ന പേടിയാണ്. കെവിൻ അയാളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ദിയ ആണെങ്കിലോ ആൾ വളരെ യങ് ആണല്ലോ, അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ആരുടെയും ചരടിൽ കൊടുങ്ങാതെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്ന ആളാണ് ദിയ. മിയാനെ പൊക്കി പറയുന്നതൊന്നും കെവിൻ അത്ര പിടിക്കുന്നില്ല. അപ്പോഴാണ് കാൾ വന്നത്. അത് മിയാനായിരുന്നു. യുജിൻ ഓഫീസിലെത്തിയാൽ തന്നെ ഒന്ന് കാൾ ചെയ്യാൻ പറയാനായിരുന്നു അവൻ വിളിച്ചത്. ലീ മിയാന് ഫുഡുമായി വന്നു. ഡെപ്യൂട്ടി ആണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ് അവർ. മിയാനെ പ്ലേ ബോയ് എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട് ലീ. യുജിൻ്റെ പെരുമാറ്റമായിരുന്നു അപ്പോഴും മിയാൻ്റെ മനസ്സിൽ. ഒരു ഗേൾ നിന്നെ കുറേ സമയം ഉറ്റുനോക്കുകയും പെട്ടെന്ന് കരയുകയും ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥമെന്നവൻ ലീയോട് ചോദിച്ചു. അവനും ഒരു ഐഡിയയുമില്ല. യുജിൻ ചെലിനെ കാണാൻ ബ്യൂട്ടീക്കിലെത്തി. മിയാന് ജൂൺസയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നറിയണം അവൾക്ക്. അവൻ പുറത്തു തന്നെയായിരുന്നോ ഇക്കാലം അത്രയും? മുമ്പ് കൊറിയയിൽ വന്നിട്ടേയില്ലേ എന്നൊക്കെ ചോദിച്ചു അവൾ. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്കിപ്പോൾ. നീ സ്നേഹിച്ച് ജൂൺസയെ പോലെയുണ്ടെന്ന് വെച്ച് ഞാൻ അവൻ്റെ ഡീറ്റെയിൽസ് എന്തിനു എന്നോട് പറയണം? അവൻ അന്നേ മരിച്ചതല്ലേ. മാത്രമല്ല എനിക്കും ഇഷ്ടമായിരുന്ന ജൂൺസയെ പോലെയുള്ളത് കൊണ്ടാണ് ഞാൻ മിയാനെ സ്നേഹിച്ചതെന്നോ അവനറിയില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ പറയാനാണ് അവനോട്? എനിക്ക് അവനെ വേദനിപ്പിക്കാൻ കഴിയില്ല, ചെലിൻ പറഞ്ഞു. നിരാശയായ യുജിൻ അവളോട് സോറി പറഞ്ഞ് തിരിച്ചുപോയി. യുജിൻ വീട്ടിലെത്തുമ്പോൾ സാം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഡിന്നറിന് പോയി. അവൾ മൂഡ് ഓഫ് ആയിരിക്കുന്നതിന് കാരണം ന്യൂ വർക്കിലെ പ്രശ്നങ്ങളാണെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. ഡയറക്ടർ പ്രശ്നക്കാരനാണെന്ന ന്യൂസ് അവനുമുണ്ട്. ജോലിയെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കരുതെന്നും എന്തുണ്ടായാലും ഞാനുണ്ടാകുമെന്നും പറഞ്ഞവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാം. ന്യൂ ഡയറക്ടർ മിയാനാണെന്ന് പറയാൻ വന്നെങ്കിലും സാം നമുക്ക് ആ ടോപ്പിക് വിടാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളത് പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ മിയാൻ പസിൽ ഫില്ലാക്കിയിരിക്കുന്നത് കണ്ടു. ഇതാരാ വച്ചെന്നവൻ ലിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അറിയില്ല. അപ്പോഴാണ് സ്റ്റാഫ് വന്ന് പൊളാരിസിൽ നിന്ന് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവൻ യുജിനെ പ്രതീക്ഷിച്ചുവെങ്കിലും വന്നത് ദിയ ആയിരുന്നു. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിനിടെ ഈ വർക്കിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള യുജിൻ എവിടെ എന്ന് ചോദിച്ചു അവൻ. അവൾ ഈ വർക്കിൽ നിന്നൊഴിഞ്ഞിരുന്നു. ഇനി ദിയയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. കോൺട്രാക്ട് സൈൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു മിയാൻ. സൈൻ ചെയ്ത കോൺട്രാക്റ്റുമായി ദിയ ഓഫീസിലെത്തി. അത് കംപ്ലീറ്റ് ആയതിൽ യുജിനും ഭയങ്കര ഹാപ്പിയാണ്. ദിയ അവളെ ട്രീറ്റിന് വിളിച്ചുകൊണ്ട് പോയി. അവൾക്ക് യുജിനോട് എന്തോ പറയാനുണ്ട്. ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെങ്കിൽ യുജിൻ തന്നെ ഇൻചാർജായി വരണമെന്ന് മിയാൻ കണ്ടീഷൻ വെച്ചിരുന്നു. കേൾക്കുമ്പോൾ യുജിന് നല്ല ടെൻഷനാകുന്നുണ്ട്. വീണ്ടും അവനെ കാണേണ്ടി വരുമല്ലോ. പക്ഷേ ദിയ വാക്ക് കൊടുത്തിട്ടായിരുന്നു വന്നിട്ടുള്ളത്. പിറ്റേന്ന് പ്രസൻറ്റേഷൻ യുജിൻ തന്നെ ചെയ്തു. ഇതെന്താ ബൈഹാർട്ട് ചെയ്ത് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ മിയാൻ പറയുന്നുണ്ട്. അവൾ തന്നോട് കംഫർട്ടബിൾ അല്ലെന്ന് മനസ്സിലായ അവൻ അവളെ സംസാരിച്ച് ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ പക്ഷേ അടുക്കുന്നില്ല. കൂടുതൽ സംസാരിച്ചാൽ മനസ്സ് തുറന്നു പോകുമോ എന്ന പേടിയാണ് അവൾക്ക്. അവൻ ഫുഡിന് ക്ഷണിച്ചെങ്കിലും അവൾ നിന്നില്ല. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ സാം അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലീയ അവിടെ വെച്ച് അവൻ പരിചയപ്പെട്ടു. അവനാണ് ന്യൂ ഡയറക്ടർ എന്നാണ് സാം കരുതിയെ. അവൾ തിരുത്തുന്നുമില്ല. മിയാൻ ഈവനിങ് ചെലിനെ മീറ്റ് ചെയ്തു. സംസാരിക്കുന്നതിനിടയിൽ ഒരു ന്യൂ ഇൻറ്റീരിയർ ഡിസൈനർ വന്നിട്ടുണ്ട്, വെരി ടാലൻറ്റഡ് ആണ്, നിനക്ക് ശരിക്കും അസൂയ തോന്നും എന്നൊക്കെ പറഞ്ഞു. അവളുടെ ഫ്രണ്ടാണതെന്ന് സർപ്രൈസായി പറയാനായിരുന്നു അവൻ്റെ പ്ലാൻ. മറ്റൊരു പെണ്ണിനെ പൊക്കി പറഞ്ഞത് ഇഷ്ടമാകാതിരുന്ന ചെലിൻ ആരായാലും എനിക്കറിയണ്ടെന്ന് പറഞ്ഞ് കെറിവിച്ചു. അപ്പോൾ പിന്നെ അവൻ യുജിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. രാവിലെ ഓഫീസിലായിരുന്ന യുജിന് കാൾ വന്നു. അത് ദിയ ആയിരുന്നു. സ്കൈ റിസോർട്ടിൽ ഇൻസ്പെക്ഷനു ലിയോടൊപ്പം ചെല്ലാമെന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അവളിപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് യുജിൻ പോകണമെന്ന് പറയാനായിരുന്നു അവൾ വിളിച്ചത്. വേറെ വഴിയില്ലാതെ യുജിൻ മാഴ്സീനയിലെത്തി. പുറത്ത് ലീയെ വെയിറ്റ് ഹോൺ കേട്ടു. ഇറങ്ങി വന്നത് മിയാനായിരുന്നു. ലീക്ക് പകരം അവനാണ് പോകുന്നത്. പോകാൻ മടിയുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ കൂടെ പോയവൾ. മിയാൻ വളരെ ടോക്കറ്റീവാണ്. യുജിൻ, ഇയാളുടെ എൻഗേജ്മെൻറ്റ് റിങ് നല്ല ഭംഗിയുണ്ട്, ഷൈനിങ് ആണ്, ബട്ട് ഇയാളുടെ സ്റ്റൈലിന് മാച്ചല്ല.
നോർമലി എൻഗേജ്ഡ് ആയാൽ ഗേൾസ് ഒന്നുകൂടെ ബ്യൂട്ടി ആകും. താൻ പക്ഷേ ആകെ ഡിപ്രസ്ഡ് ആണല്ലോ, അതെന്തേന്നൊക്കെ ചോദിച്ചവൻ. കൂടെ അവളെക്കുറിച്ച് ഓരോന്നൊക്കെ ഗസ് ചെയ്യുന്നുമുണ്ട്. നുണ പറയാൻ ഇഷ്ടമില്ല, ഫീലിങ്സ് അതേപോലെ കാണിക്കും, എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ആരോടും പറയാതെ സൂക്ഷിക്കുമെന്നൊക്കെ. യുജിൻ അതൊന്നും അത്ര പിടിക്കുന്നില്ല. എന്നെ പേഴ്സണലായിട്ട് അറിയാത്ത ഒരാൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ല പറഞ്ഞവൾ. അവനെന്നാൽ നിർത്താനുള്ള ഒരു പ്ലാനുമില്ല. മിയാനെ തേടി ചെലിൻ ഓഫീസിലെത്തിയിരുന്നു. അവൻ സ്കൈ റിസോർട്ടിൽ പോയിരിക്കുകയാണെന്നും ഒരു ബ്യൂട്ടിഫുൾ ലേഡിയുടെ കൂടെ ആയതുകൊണ്ടാകും എന്നോട് പറയാത്തതെന്നും പറഞ്ഞ് അവളെ പ്രാന്താക്കുന്നുണ്ട് ലീ. അവൾ റിസോർട്ടിലെത്തി സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെട്ടു. ഡയറക്ടർ തന്നെ നേരിട്ട് വന്നതിൽ അവരെല്ലാം ഹാപ്പിയാണ്. അവിടെയൊക്കെ ഫോട്ടോ എടുത്ത് നടക്കുകയാണ് യുജിൻ. തണുത്ത് വിറച്ച് നിൽക്കുന്ന അവൾക്ക് മിയാൻ തൻ്റെ ഓവർകോട്ട് ധരിപ്പിച്ചു കൊടുത്തു. അവൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല. ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച സ്നോമാനെ കാണുമ്പോൾ യുജിന് ജൂൺസായുടെ കൂടെയുള്ള മൊമെൻറ്റ്സ് ഓർമ്മ വരുന്നുണ്ട്. അപ്പോഴൊക്കെ അവൾക്ക് മിയാൻ ജൂൺസിയാണെന്ന് തോന്നും. അവൾ ക്യാമറയിൽ അവനെ ഫോക്കസ് ചെയ്തു, കുറേ പിക്സ് എടുത്തു. അതിനിടയിൽ സാം ഡിന്നറിന് പോകാനുണ്ടോ എന്ന് ചോദിച്ച് അവളെ വിളിച്ചു. ഞാൻ സ്കൈ റിസോർട്ടിലാണെന്നും ലേറ്റ് ആകുമെന്നും പിന്നെ വിളിക്കാമെന്നും പറഞ്ഞവൾ. ദിയയുടെ കൂടെയാണോ പോയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. മിയാൻ്റെ കാര്യം പറഞ്ഞില്ല അവൾ. റിസോർട്ടിൻ്റെ മറ്റു സൈഡിലേക്ക് പോകുമായിരുന്നു അവർ അപ്പോൾ. അവൾക്ക് വീടിനെക്കുറിച്ചുള്ള ഇമാജിനേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് മിയാൻ. ഞാൻ അതേക്കുറിച്ച് ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ പിന്നെ വീട് എങ്ങനെയായാലും കുഴപ്പമില്ല. കൂടെയുള്ളയാളിൻ്റെ മനസ്സിലാണ് ആദ്യം വീട് പണിയേണ്ടത് എന്ന് പറഞ്ഞു യുജിൻ. ഇതുതന്നെയല്ലേ ഞാനും ആലോചിക്കാറുള്ളതെന്ന് വണ്ടറടിക്കുന്നുണ്ട് മിയാൻ. ഓരോ മൊമെൻറ്റിലും അവൻ ജൂൺസായുടെ ഓർമ്മകൾ ഉണർത്തിയിരുന്നു അവളിൽ. മറന്നു പോകാതിരിക്കാൻ നിഴലിൽ ചവിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അവളുടെ നിഴലിൽ ചവിട്ടി നടക്കുമായിരുന്നു അവൻ. ആ ഓർമ്മയിലാകണം യുജിൻ മിയാൻ്റെ നിഴലിൽ ചവിട്ടി നടക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു ബിൽഡിങ്ങിലെത്തി. മറ്റുള്ളവർ വരുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്യാനാണ്. മരവിക്കുന്ന തണുപ്പുണ്ട്. മിയാൻ ഫയർ പ്ലേസ് ചൂടാക്കി. അപ്പോഴും വർക്കിൽ ശ്രദ്ധ കൊടുക്കുന്ന യുജിനോട് അവിടെ വന്നിരിക്കാൻ നിർബന്ധിക്കുന്നുണ്ടവൻ. ഷൂ ഉണക്കാൻ അവൻ എടുത്തു വെക്കുമ്പോൾ യുജിൻ ജൂൺസ അവളെ ഷൂ ധരിപ്പിച്ചിരുന്നത് ഓർമ്മ വരുന്നുണ്ട്. യുജിൻ സൈലൻ്റ് ആയിരിക്കുന്നത് കണ്ട് ആദ്യമായിട്ടാണ് ഒരു ഗേൾ എന്നോടിങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് കളി പറയുന്നുണ്ടവൻ. ഓരോന്ന് ആലോചിച്ച് താഴേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ. തൻ്റെ സംശയങ്ങൾ മനസ്സിൽ തിക്കുമുട്ടിയപ്പോൾ അവൾ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഹൈസ്കൂൾ എവിടെയായിരുന്നു? മുൻപ് ഇവിടെ വന്നിട്ടേയില്ലേ? ചുൻചും ഹൈസ്കൂൾ അറിയുമോ എന്നൊക്കെ ചോദിച്ചു. അവനതൊന്നും അറിയില്ല. ആ സ്പെക്സ് ഒന്ന് മാറ്റാമോ എന്ന് ചോദിക്കുകയും എടുക്കാൻ നോക്കുകയും ചെയ്തു യുജിൻ. മിയാനാകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത്രയും സമയം മിണ്ടാതിരുന്ന ആൾക്ക് ഇപ്പോൾ എത്ര സംശയങ്ങളാണ്. ഞാൻ എപ്പോൾ കാണുമ്പോഴും ഇയാൾക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നാറുണ്ട്. എന്താണെന്ന് എന്നോട് പറയാമോ എന്ന് ചോദിച്ചവൻ. പറയുന്നതെല്ലാം വിശ്വസിക്കുമോ എന്നറിയില്ല. എങ്കിലും അവൾ പറയാൻ തുടങ്ങായിരുന്നു. അപ്പോഴാണ് ആരോ വന്നത്. അത് ചെലിനായിരുന്നു. അവനെ തിരഞ്ഞ് വന്നതായിരുന്നു അവൾ. പക്ഷേ ഒരിക്കലും അവിടെ യുജിനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്ന് അവൾ അറിയുന്നത്. നല്ല ദേഷ്യമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ പെരുമാറിയവൾ. മിയാൻ്റെ ഓവർകോട്ട് അവൾ യൂസ് ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. മിയാൻ യുജിനെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതൊക്കെ അവൾക്ക് ടെൻഷനാകുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ നേരം അവളെ മിയാൻ്റെ കൂടെ വിടാതെ തൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ചെലിൻ. പീറ്റർ ഒരു വെറ്റിനറി ഡോക്ടറാണ്. സാം അവരുടെ പെറ്റിനെയും കൊണ്ട് വന്നതായിരുന്നു അവിടെ. അപ്പോഴാണ് ദിയ അങ്ങോട്ട് കയറി വന്നത്. യുജിൻ്റെ കൂടെ ഇൻസ്പെക്ഷന് ദിയ പോയിട്ടില്ലെന്ന് സാമിന് മനസ്സിലായി. അവളെന്തിനാ എന്നോട് കള്ളം പറഞ്ഞതെന്ന് ആലോചിക്കുന്നുണ്ടവൻ. തിരിച്ച് സിയോളിലെത്തിയപ്പോൾ മിയാൻ അവളെ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചെങ്കിലും അവൾ തിരക്കുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. ഡിന്നർ കഴിക്കുമ്പോൾ യുജിൻ ഹൈസ്കൂളിൽ എങ്ങനെയായിരുന്നു? ഞാൻ കാണുമ്പോഴെല്ലാം അവൾ വളരെ ഡിപ്രസ്ഡ് ആണല്ലോ എന്ന് മിയാൻ ചോദിക്കുന്നുണ്ട്. ചെലിന് നല്ല പേടിയുണ്ട്. ജൂൺസായുടെ കാര്യങ്ങൾ അവൻ അറിയുമോ എന്നും യുജിനോട് എന്തെങ്കിലും ഇഷ്ടം തോന്നുമോ എന്നൊക്കെ. അവളൊരു ബാഡ് ഗേൾ ആണെന്ന് പറഞ്ഞവൾ. കാണാൻ കൊള്ളാവുന്ന ബോയ്സിനെയൊക്കെ കാണുമ്പോൾ അവൾ ഇങ്ങനെ ഓരോ ട്രിക്സ് ഇറക്കാറുണ്ടെന്നും അവരെ ആകർഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞവൾ. മിയാൻ്റെ മനസ്സിൽ അവൾക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കുകയാണ് ഉദ്ദേശം. പക്ഷേ അത് വളരെ കൂളായിട്ടാണ് അവൻ എടുക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്നെ ഇഷ്ടമുണ്ടാകുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അവൻ. ദിയയുടെ അടുത്തു നിന്നും ഫുൾ ഡീറ്റെയിൽസ് സാം ചോദിച്ചറിഞ്ഞു. പക്ഷേ മിയാനാണ് ഡയറക്ടർ എന്നിപ്പോഴും അവനറിയില്ല. ലിയയുടെ കൂടെയാണ് പോയിരിക്കുന്നതെന്നാണ് കരുതുന്നത്. യുജിൻ ഇപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണല്ലോ. ഇനി അവളെ ഇടയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകൂ എന്ന് ദിയ അവനെ ഉപദേശിക്കുന്നുണ്ട്. അന്ന് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് പാതി ബോധത്തിൽ സാം അവളുടെ വീട്ടിലെത്തി. ദിയ കൂടെ ഉണ്ടായിരുന്നില്ലേ പോയപ്പോൾ എന്ന് ചോദിച്ചു. അവൾ വീണ്ടും അതേ എന്ന് പറഞ്ഞു. അവൾ നുണ പറയുന്നത് മനസ്സിലായിട്ടും അവനൊന്നും പറഞ്ഞില്ല. നാളെ നമുക്കൊരു ഡേറ്റിന് പോകണമെന്ന് പറഞ്ഞിട്ടവൻ പോയി. പിറ്റേന്ന് കറങ്ങാനിറങ്ങി അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ലീയും കുറച്ച് കോവർക്കേഴ്സും അങ്ങോട്ട് വന്നത്. യുജിൻ അവൻ്റെ കൂടെ പോയി എന്നാണല്ലോ സാം കരുതിയേക്കുന്നത്. ആകെ മൂഡ് പോയ സാം നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞെണീറ്റു. അതിനിടയിൽ അവരുടെ സംസാരത്തിൽ നിന്നും അതല്ല ഡയറക്ടർ എന്നും വേറൊരാൾ ഉണ്ടെന്നും അവന് മനസ്സിലായി. തിരിച്ചു പോകുമ്പോഴും നീ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് സാം ചോദിക്കുന്നുണ്ട്. അവളെപ്പോഴും ഇല്ലെന്നാണ് പറയുന്നത്. ഓഫീസിൽ വെച്ച് ദിയ സാമിനെ കണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് അവൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് യുജിന് മനസ്സിലായത്.
പിറ്റേന്ന് റേഡിയോ സ്റ്റേഷനിൽ ചെലിൻ സാമിനെ കാണാൻ വന്നു. മിയാനെ കണ്ടതിന് ശേഷം യുജിൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. സാം പക്ഷേ കൂളായിട്ടാണ് പെരുമാറിയത്. അവൾ ഓക്കെയാണ്, അതൊക്കെ അന്നേ വിട്ടു. മാത്രമല്ല അവൾക്ക് സ്കൈ റിസോർട്ടിൻ്റെ റെനോവേഷൻ ഇൻചാർജ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സമയം തന്നെയാണ് യുജിൻ അവനെ വിളിക്കുന്നതും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണണമെന്ന് പറയുന്നതും. സാമിൻ്റെ സംസാരത്തിൽ നിന്നും മിയാനാണ് അവളുടെ സുപ്പീരിയർ എന്ന് അവനറിയില്ലെന്ന് ചെലിന് മനസ്സിലായി. അവൾ ചില പ്ലാനൊക്കെ ഇട്ട് തിരിച്ചുപോയി. യുജിൻ സാമിനെ മീറ്റ് ചെയ്തു. മിയാനെക്കുറിച്ച് പറയാനാണ് അവൾ അവനെ വിളിച്ചിട്ടുള്ളത്. അവൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്ക് ഓർഡർ ആക്കിയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സാം മെനു നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചെലിനും മിയാനും അങ്ങോട്ട് വന്നത്. മനഃപൂർവ്വം അങ്ങോട്ട് മിയാനെ കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു ചെലിൻ. സംസാരിക്കുന്നതിനിടെ ഇന്നലെ വീട്ടിലെത്തിയ ശേഷം താൻ ഓക്കെ ആയില്ലേ, നല്ല ടയേർഡായിരുന്നല്ലോ എന്ന് മിയാൻ ചോദിച്ചു. സാമിനൊന്നും മനസ്സിലായില്ല. ചെലിനുള്ള അവസരമായിരുന്നത്. മിയാനാണ് യുജിൻ്റെ സുപ്പീരിയർ എന്നും അവൾ അത് പറഞ്ഞിട്ടില്ല തന്നോടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് പറയാതിരുന്നത് എന്നും അവൾ പറഞ്ഞു. യുജിൻ എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. ബാക്കി അടുത്ത പാട്ടിൽ. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ബൈ.